സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഷേക്സ്പിയർ എഴുതിയ ഒരു പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ആസ് യു ലൈക്ക് ഇറ്റ്. അതിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഒരു ശിശുവായി ജനിക്കുന്ന മുതൽ അങ്ങ് കയ്യിൻ്റെ കരുത്ത് പോയി, കാലിൻ്റെ ബലം പോയി, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, ചെവി കേൾക്കാതായി, നാവിന് രുചിയില്ലാതായി, അങ്ങനെ കിടക്കുന്ന അവസാന കാലയളവ് വരെയുള്ള ആ ജീവിതഗതികൾ 7 സ്റ്റേജസ് ആയിട്ട് ഒരു മനോഹരമായ ചിത്രീകരണം ഷേക്സ്പിയർ നൽകുന്നുണ്ട്. ലോകം മുഴുവൻ ഒരു നാടക രംഗമാണെന്നാണ്, നടന രംഗം, നാടക സ്റ്റേജ്. ആ സ്റ്റേജിൽ ആദ്യം ഒരു പിഞ്ചു കുഞ്ഞ്, കൈകാലിട്ട് അടിച്ചു കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞ്. പിന്നെ കുട്ടി വളർന്നു അടുത്ത രണ്ടാമത്തെ സ്റ്റേജിൽ, രണ്ടാമത്തെ രംഗത്തേക്ക് വരുമ്പോൾ ആ കുട്ടി പിന്നീട് ഒരു സ്കൂൾ ബോയ് ആയി മാറുന്നു, സ്കൂളിലേക്ക് പോകുന്നു. All the world is a stage and all the men and women merely players. They have their exits and their entrances, and one man in his time plays many parts, his acts being 7 ages. At first the infant, mewling and puking in his nurse's arms. Then the whining school boy with his satchel and shining morning face, creeping like snail unwillingly to school. Then the lover. എല്ലാം വിവരിക്കാനല്ല, ഞാനൊരു കാര്യം പറയാനായിട്ടാണ് ഇത് തുടങ്ങുന്നത്. All the world is a stage. ലോകം മുഴുവൻ ഒരു നടന രംഗമാണ്. And all the men and women merely players. സ്ത്രീ പുരുഷന്മാരെല്ലാം ഓരോ നടീനടന്മാരാണ്. And one man in his time plays many parts. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ അനേക രംഗങ്ങളിലൊന്ന് അഭിനയിക്കുന്നുണ്ട്. At first, ഒന്നാം രംഗം, the infant, ശിശു, മ്യൂളിങ് ആൻഡ് പ്യൂക്കിങ് ഇൻ ഹിസ് നേഴ്സസ് ആംസ്, ആയിയുടെ കയ്യിൽ കിടന്ന് ഇങ്ങനെ കൈകാലിട്ട് അടിച്ചുകൊണ്ട്
കരയുകയും ഉച്ചത്തിൽ ശബ്ദിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു സ്വസ്ഥതയില്ലാതെ കരയുന്നൊരു കുട്ടി. അറ്റ് ഫസ്റ്റ് ദ ഇൻഫൻറ്റ് മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ഹിസ് നഴ്സസ് ആംസ്. ദെൻ the whining schoolboy with his satchel and shining morning face creeping like snail unwillingly to school. പിന്നെ രണ്ടാം രംഗമായി. ആദ്യ രംഗം തിരശ്ശീല വീണു, വീണ്ടും തിരശ്ശീല ഉയർന്നു, രണ്ടാം രംഗം. ഈ കുട്ടി വളർന്നു, ഒരു കൊച്ചുകുട്ടിയായി, സ്കൂൾ ബോയ് ആയി. വിത്ത് ഈ സാച്ചൽ, അവന് ഒരു സഞ്ചിയുണ്ട്, അവൻ്റെ പുസ്തകങ്ങളൊക്കെ ഉള്ളൊരു സഞ്ചി. വിത്ത് ഈ സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ്, അവൻ്റെ മുഖം നല്ല പ്രകാശമാനമായി വിടർന്നിരിക്കുകയാണ്, നല്ല സന്തോഷം. അവന് ആകുലങ്ങളില്ല, ഭാരങ്ങളില്ല, കുടുംബക്ലേശങ്ങളൊന്നുമില്ല, കൊച്ചുകുട്ടിയല്ലേ, അതൊന്നും അവൻ അറിയണ്ടല്ലോ, അതൊക്കെ അവൻ്റെ മാതാപിതാക്കൾ നോക്കുകയുള്ളൂ. ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകുന്നത് അത്ര ഇഷ്ടമല്ല. ഒരു ദിവസം അവധി കിട്ടിയാൽ അവന് വലിയ സന്തോഷമാണ്. അവന് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ല. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഈ ഒച്ച എഴയുന്നത് പോലെ എഴുന്നഴിഞ്ഞാൽ അവൻ പോകുന്നത്. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ, സ്കൂളിൽ പോകുന്നത് ഇഷ്ടമല്ലാതെ പോകുന്നവൻ. ഇതിങ്ങനെ ഓരോന്നോരോന്ന് വർണ്ണിച്ച് വരുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങൾ വർണ്ണിക്കുകയാണ്. ഇതിൽ ഈ മൂന്നാം രംഗവും നാലാം രംഗമൊക്കെ വരുമ്പോഴേക്കും ആള് മാറുന്നു. ഈ കൊച്ചുകുട്ടി വളർന്നു. അവൻ എന്തിരുപത് മുറി 30 എന്നൊക്കെ കേട്ടിട്ടില്ലേ, എന്നതുപോലെ അവൻ വലിയ വൈരാഗ്യമുള്ളവനായിത്തീരുന്നു. അവൻ കോപിഷ്ഠനായിത്തീരുന്നു. ആരോടും ധിക്കാരം പറയാൻ തയ്യാറാകുന്നു. അപ്പൻ്റെ മുമ്പിൽ പോലും നിന്ന് എതിർത്ത് പറയും. അമ്മയോട് വഴക്കടിക്കുക മാത്രമല്ല, പക്ഷേ അമ്മയെ വേണമെങ്കിൽ തള്ളിയിടും. കുടുംബത്തിൽ കലഹമുണ്ടാക്കും. അവൻ എവിടെയും ആവശ്യത്തിനും ആവശ്യമില്ലാതെ ഇടപെടുന്നവനാണ്. പൊട്ടിത്തെറിക്കുന്ന പ്രായം. ദെൻ ദ ലവർ, അത് ഞാൻ വിവരിക്കുന്നില്ല. അവനൊരു മൂളിപ്പാട്ടും പാടി അങ്ങനെ നടക്കുകയാണ്. ഏതോ പെൺകുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു യുവാവ്. ഇതങ്ങ് മാറുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഓരോന്നോരോന്ന് വന്ന് അവസാനത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ ഈ മനുഷ്യൻ സാൻസ് ടീത്ത് വിതൗട്ട് ടീത്ത്, പല്ലെല്ലാം കൊഴിഞ്ഞു. സാൻസ് ഐസ്, കണ്ണിൻ്റെ കാഴ്ച പോയി. ആൻഡ് സാൻസ് എവരിതിങ്, എല്ലാം നഷ്ടപ്പെട്ടവനായി. പല്ല് കൊഴിഞ്ഞു, കണ്ണിൻ്റെ കാഴ്ച മങ്ങി, ചെവിയുടെ കേൾവി കുറഞ്ഞു, നാവിൻ്റെ രുചി കുറഞ്ഞു പോയി. എല്ലാം പോയവനായി അവനിതാ മരണശയ്യയിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ചിത്രീകരണം മഹാനായ ഷേക്സ്പിയർ അത് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇത് പറയാൻ കാരണം കയീനെയും ഹാബേലിനെയും കുറിച്ചാണ് നാം ചിന്തിച്ചു വരുന്നത്. കയീനും ഹാബേലും ഒരപ്പൻ്റെയും അമ്മയുടെയും 2 മക്കളാണ്. പക്ഷെ എന്ത് വ്യത്യസ്തരാണ്, എന്ത് വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. അപ്പനും അമ്മയും ഒന്ന് തന്നെ, പക്ഷേ ഈ മക്കൾ വളരെ പ്രകടമായ മാറ്റമുള്ളവരാണ് സ്വഭാവത്തിൽ. ഒരാളിൽ ദൈവം പ്രസാദിക്കുന്നില്ല, ദൈവത്തിന് പ്രസാദിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ അവനോട്ട് അതൊട്ട് അറിയുന്നുമില്ല. അവനും വഴിപാട് കൊണ്ടുവരുന്നുണ്ട്. അവനെ നാം കാണുന്നത് ആദ്യം ഒരു വർക്കറായിട്ടാണ്, ഒരു വർക്കർ, ഒരു ജോലിക്കാരനായിട്ടാണ് കാണുന്നത്. പിന്നെ അവനെ കാണുന്നത് ഒരു വർഷിപ്പറായിട്ടാണ്, വർഷിപ്പർ. പിന്നെ അവനെ കാണുന്നത് ഒരു മർഡറായിട്ടാണ്. പിന്നെ അവനെ കാണുന്നത് ഒരു വാണ്ടറായിട്ടാണ്. നോക്കൂ, കയ്യിനെ എങ്ങനെയൊക്കെ കാണുന്നത്. ഒന്ന്, ഹീസ് എ വർക്കർ, ഒരു ജോലിക്കാരനാണ്. അവൻ നിലത്തിൽ ജോലി ചെയ്തു. അവന് ന്യായമുണ്ട്. അപ്പനോട് പറഞ്ഞിട്ടുണ്ട്, യഹോവയായ ദൈവം ഏതെൻ തോട്ടത്തിൽ വെച്ച് കൽപ്പിച്ചത്, നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ആഹാരം കഴിക്കും, നീ കഠിനമായി അധ്വാനിക്കുമെന്ന് ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അധ്വാനിക്കുന്നു. അവൻ നിലത്തിൽ അധ്വാനിച്ചു. അധ്വാനിക്കുന്ന പാവമല്ല. ആടുകൾ നോക്കുന്നത് മാത്രമാണ് ദൈവം പ്രസാദിക്കുന്നത് വിചാരിക്കേണ്ട. അതല്ല ദൈവം പ്രസാദിക്കുന്നതിൻ്റെ കാരണം. അത് കഴിഞ്ഞ പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ദൈവം പ്രസാദിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തെ നോക്കിയാണ്. മനുഷ്യൻ്റെ ഹൃദയം എങ്ങനെ? വിശ്വാസമുള്ള ഹൃദയമാണോ? സ്നേഹമുള്ള ഹൃദയമാണോ? എളിമയുള്ള ഹൃദയമാണോ? ദൈവാനുരൂപമായ ഹൃദയമാണോ? ദൈവ സ്വഭാവത്തിന് അനുയോജ്യമായ ഹൃദയമാണോ? ഇതാണ് ദൈവം നോക്കുന്നത്. ദൈവം പ്രസാദിക്കണമെങ്കിൽ ദൈവാനുരൂപമായിരിക്കണം. ദൈവം എന്നിൽ പ്രസാദിക്കണമെങ്കിൽ ദൈവീകമായിരിക്കണം എൻ്റെ മനോഭാവം. യേശുക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത മനസ്സായിരിക്കണം എനിക്ക്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിനൊത്ത ഹൃദയമായിരിക്കണം എനിക്ക്. അതാണ് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവർ, ക്രിസ്തുവിൻ്റെ അതേ ആറ്റിറ്റ്യൂഡുള്ളവർ, ക്രിസ്തുവിൻ്റെ അതേ ഭാവമുള്ളവർ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ അതേ ഭാവം. തിന്മയുടെ നേരെ ക്രിസ്തുവിൻ്റെ വളരെ വ്യക്തമായ എതിർപ്പ്,
പാപത്തോട് യാതൊരു സന്ധിയുമില്ല, തിന്മയോട് യാതൊരു വീഴ്ചയുമില്ല, ഒരു കാരണവശാലും പാപത്തെ വെച്ച് പൊറുപ്പിക്കുകയില്ല. പാപത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റുന്നതായ സ്വഭാവം, പാപത്തെ വെറുപ്പോടെ അറപ്പോടെ കാണുന്ന സ്വഭാവം, പാപത്തെ ചെറുക്കുന്ന സ്വഭാവം. യേശുക്രിസ്തുവിൻ്റെ മനസ്സ്, ഹാവേലിന് യേശുക്രിസ്തുവിൻ്റെ മനസ്സാണ് കിട്ടിയത്. ഹാവേലിന് ദൈവത്തിൻ്റെ സ്വരൂപമാണ് കിട്ടിയത്, ദൈവത്തിൻ്റെ സാദൃശ്യമാണ് കിട്ടിയത്, ദൈവത്തിൻ്റെ അതേ സ്വഭാവമാണ് കിട്ടിയത്. അതുകൊണ്ട് ദൈവം അവനിൽ പ്രസാദിച്ചു. കയ്യിന് നിർഭാഗ്യവശാൽ അത് കിട്ടിയില്ല. കയ്യൻ നിലത്ത് ജോലി ചെയ്തു, തെറ്റില്ല. ജോലി ചെയ്തതിൽ തെറ്റില്ല. അവൻ വഴിപാട് കൊണ്ടുവന്നതിൽ തെറ്റില്ല. അവനും വർഷിപ്പ് ചെയ്യണമെന്നുണ്ട്. അവൻ വർക്കറാണ്, അവൻ വർഷിപ്പറാണ്. അവനും ആരാധിക്കാനാണ് വരുന്നത്, അവനും കാഴ്ച കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഇതിനെ കാഴ്ച കൊണ്ടുവരുന്നത്? അവന് വിശ്വാസമില്ല എന്ന് പറയാൻ പറ്റുമോ? വിശ്വാസമുണ്ട്, പക്ഷേ അത് വിശ്വാസമല്ല. അതൊരു വളരെ ജഡികമായൊരു വിശ്വാസമാണ്. അവൻ്റെ മനസ്സിൽ അപ്പൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ട്. ഒരു ജഡികമായ അറിവുണ്ട്, ഒരു ലിറ്ററൽ നോളജുണ്ട്. പക്ഷേ അത് സ്പിരിച്വൽ നോളജായി മാറിയിട്ടില്ല, ആത്മീയമായ അറിവായി മാറിയിട്ടില്ല. അക്ഷരികമായൊരു അറിവുണ്ട്. ഇന്ന് അനേകരും അങ്ങനെയാണ്. പള്ളിയിൽ പോകുന്നുണ്ട്, നമസ്കാരങ്ങൾ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥനകൾ ഉരുവിടുന്നുണ്ട്, ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഉണ്ട്. എല്ലാം നല്ലതാണല്ലോ. പക്ഷേ ഒരു ജഡീകമായ അക്ഷരികമായ ലിറ്ററലായിട്ടുള്ള ഒരറിവും ജ്ഞാനവും മാത്രമേ ഉള്ളൂ. ചില ചടങ്ങുകൾ ഇങ്ങനെ ആചരിച്ച് പോകുന്നു. എന്താണ് പള്ളി? ആരും ചിന്തിക്കുന്നില്ല. എന്താണ് ആരാധന? ആർക്കും അറിഞ്ഞുകൂടാ. എന്താണ് ഈ ഗീതങ്ങൾ? ഈ ഗീതങ്ങളുടെ അർത്ഥം എന്താണ്? ഈ ഗീതങ്ങളുടെ പൊരുൾ എന്താണ്? ഈ പ്രാർത്ഥനകളുടെ അർത്ഥം എന്താണ്? ആരും ചിന്തിക്കാറില്ല. പ്രാർത്ഥനകൾ ആരെങ്കിലും ഒരാൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, മറ്റുള്ളവരെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ശരിയാണ്, ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ഹൃദയത്തിലേശുന്നില്ല. ചെവിയിൽ കേൾക്കുന്നുണ്ട്, ഹൃദയത്തിലേശുന്നില്ല. ഹൃദയത്തിലേശാത്ത പ്രാർത്ഥന. സ്നേഹിതരെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേശിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഹൃദയത്തിൻ്റെ ആഴത്തിൽ തൊട്ടിട്ടാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? ഇപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. ആ ഒരു പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, അത് ചൊല്ലി തയ്ക്കുന്നതിന് മുൻപ് എന്തെല്ലാം ചിന്തകളുള്ളിൽ കൂടി കടന്നു പോയിട്ടുണ്ടാകും, എന്തെല്ലാം വിചാരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി പോയിട്ടുണ്ടാകും. അന്ന് പകലിൽ നിങ്ങൾ നേരിട്ട് കണ്ട ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളുമായി സംസാരിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ ഇടപെട്ട ഒരു കാര്യം, എന്തെല്ലാമോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്നു. ആ കൂട്ടത്തിൽ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഓർക്കുന്നു, ചെറുപ്പകാലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നിങ്ങനെ കാണാപിടിച്ചിട്ടുണ്ട്. കാണാപിടിച്ച പ്രാർത്ഥനകൾ ഇങ്ങനെ ചൊല്ലുകയാണ്. പക്ഷേ എവിടെയെങ്കിലും നിന്നുപോയാൽ പിന്നെ ആദ്യം മുതലേ ചൊല്ലണം, അല്ലെങ്കിൽ കിട്ടുകയില്ല. എവിടെയെങ്കിലും പ്രാർത്ഥന നിന്നുപോയാൽ പിന്നെ ആദ്യം മുതലേ ചൊല്ലണം. ആദ്യം മുതൽ ചൊല്ലിയില്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിടത്ത് അത് പിന്നെ തുടരാൻ പറ്റുകയില്ല. കാരണം ചൊല്ലി പഠിച്ച ഒരു ശീലമാണ് അത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയല്ലായിരുന്നു. ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്ത് ക്രിസ്തു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. ചൊല്ലാൻ പറ്റില്ല. ഈ പറഞ്ഞ പ്രാർത്ഥനകൾ, കാണാതെ പഠിച്ച് ചൊല്ലുന്ന പ്രാർത്ഥനകൾ, അതെല്ലാം ഞാൻ പുസ്തകം നോക്കി അർത്ഥമറിഞ്ഞ് വായിക്കാൻ തുടങ്ങി. പുസ്തകം നോക്കി, കാണാതെ പഠിക്കുകയല്ല, കാണാതെ ചൊല്ലുകയല്ല, പുസ്തകം നോക്കി അതേ പ്രാർത്ഥനകൾ ഞാൻ അത് ഓരോന്ന് പെറുക്കി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കർത്തൃപ്രാർത്ഥന ചിലപ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നോ? എത്ര പ്രാവശ്യം! ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ ഒരു ഭാഗത്ത് എന്തോ ചിന്ത വന്നു, വിട്ടുപോയി. അയ്യോ ഒരു ഭാഗത്ത് വേറെ ചിന്ത വന്നു, വിട്ടുപോയി. പിന്നെ വീണ്ടും ചൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ചൊല്ലി കൂട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ അതൊക്കെയായിരിക്കും രഹസ്യം. പലരും ഒരേ പ്രാർത്ഥന തന്നെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നില്ലേ? അതിൻ്റെ പിന്നിൽ ഏതോ ഒരു വ്യക്തി പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥന മുറിഞ്ഞു പോയതുകൊണ്ട് അത് വീണ്ടും പ്രാർത്ഥിച്ച് അങ്ങനെ പരിശീലനം കിട്ടിയതായിരിക്കാം. അതുകൊണ്ട് ഒന്നിനെയും നമുക്ക് തെറ്റ് പറയണ്ട. അതിലെല്ലാം നല്ല ഉദ്ദേശം കാണും. നമുക്ക് എല്ലാറ്റിനെയും നല്ലത് തിരഞ്ഞെടുത്ത് സ്വീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നായിരിക്കണം, സമർപ്പണം ഹൃദയത്തിൽ നിന്നായിരിക്കണം, ആരാധന ഹൃദയത്തിൽ നിന്നായിരിക്കണം. ദൈവം പ്രസാദിക്കണം എന്നിൽ, യേശുക്രിസ്തു എന്നിൽ പ്രസാദിക്കണം, ക്രിസ്തുവിൻ്റെ ഹൃദയം എന്നിൽ ഇഴുകിച്ചേരണം, ക്രിസ്തു എന്നിൽ സന്തോഷിക്കണം, എൻ്റെ മനോഭാവത്തിൽ ക്രിസ്തു ചേർന്ന് വരാൻ ഇടയാകണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് ചേർന്ന് വരുന്ന ഒരു ഹൃദയത്തോടുകൂടി ഞാൻ പ്രാർത്ഥിക്കും. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയവർദ്ധന വരുത്തുന്നു.
അറിവ് ചീർപ്പിക്കുന്നു. അപ്പോസ്തലൻ പറഞ്ഞതാണ് 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹം, ദൈവമക്കളോട് സ്നേഹം, ദൈവത്തോട് സ്നേഹം, ദൈവജനത്തോട് സ്നേഹം, ഇത് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് പല രംഗങ്ങളിലും പാപത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ദൈവത്തോട്, അദൃശ്യനായ ദൈവത്തോടൊരു സ്നേഹം, കാണപ്പെടാത്ത ദൈവത്തോടൊരു സ്നേഹം, കാണപ്പെടുന്ന മനുഷ്യരോടൊരു സ്നേഹം മതി. ക്രിസ്തീയ ജീവിതം തീർന്നു. ദൈവത്തോട് സ്നേഹം, മനുഷ്യരോട് സ്നേഹം. ഒരു സംഭവം ഞാൻ വായിച്ചു. മനോഹരമായ കവിതയാണ്, ഇംഗ്ലീഷ് കവിതയാണ്. ആ സംഭവം ഇങ്ങനെയാണ്. സെൻറ്റ് ജോൺ അപ്പോസ്തലനായ യോഹന്നാൻ നല്ല പ്രായാധിക്യത്തിൽ കിടന്ന കിടപ്പാണ്. അപ്പോൾ അദ്ദേഹം ശിഷ്യന്മാർ അടുക്കൽ വന്നു. ഒടുവിലായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു കാര്യം ചെയ്യാമോ, എന്നെ ആ നാൽക്കവലയിലേക്ക് ഒന്ന് കൊണ്ടുപോകാമോ? ആ നാൽക്കവലയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകാമല്ലോ. അവരെടുത്തുകൊണ്ടുപോയി നാൽക്കവലയിൽ കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് എന്താണ് ആഗ്രഹം? എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ആളുകൾ, ഇപ്പം ഞാൻ ഇങ്ങനെ ഈ വയോവാർദ്ധക്യത്തിൽ എന്നെ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നതല്ലേ, ഇത് കണ്ട് ആളുകൾ ഒരുപിടി വരുന്നുണ്ടല്ലോ, എനിക്ക് അവരോട് സംസാരിക്കണം. തീർച്ചയായിട്ടും സംസാരിക്കണമല്ലോ, സംസാരിക്കാം. ഞാൻ പറഞ്ഞതാണ്, ദൈവത്തെ സ്നേഹിപ്പീൻ, മനുഷ്യരെയും സ്നേഹിപ്പീൻ. സെൻറ്റ് ജോണിൻ്റെ അവസാനത്തെ പ്രസംഗം അതാണ്, വേറൊന്നും പറഞ്ഞില്ല. ദൈവത്തെ സ്നേഹിപ്പീൻ, മനുഷ്യരെയും സ്നേഹിപ്പീൻ. ദൈവത്തെ സ്നേഹിപ്പീൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പീൻ. ദൈവത്തെ സ്നേഹിപ്പീൻ, മനുഷ്യരെയും സ്നേഹിപ്പീൻ. എൻ്റെ ഏതോ ഒരു പുസ്തകത്തിൽ ഞാനത് ആ ഇംഗ്ലീഷ് കവിത അത് മലയാളത്തിലാക്കി എഴുതിയത് നിങ്ങൾ ചിലർ പക്ഷേ വായിച്ചു കാണുമായിരിക്കും. ഒരു ഇംഗ്ലീഷ് കവിത, ഏത് പുസ്തകത്തിലാണ് ഞാൻ മറന്നുപോയി. ദൈവത്തെ സ്നേഹിപ്പീൻ, മനുഷ്യരെയും സ്നേഹിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനും മനുഷ്യരെ സ്നേഹിക്കാനുള്ളൊരു ഹൃദയം ലഭിച്ചാൽ തീർച്ചയായും നമ്മുടെ വഴിപാട് എന്തെന്നോ എങ്ങനെയെന്നോ എത്രയെന്നോ ദൈവം നോക്കുന്നില്ല. ദൈവം സന്തോഷത്തോടെ കൈക്കൊള്ളും. ഒന്ന്, കയ്യിൻ വർക്കറായിരുന്നു, അതിൽ തെറ്റില്ല. നല്ല ഉത്സാഹത്തോടെ ജോലി ചെയ്യണം. എന്ത് ജോലി ചെയ്യുന്നോ അത് നന്നായിട്ട് ചെയ്യണം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ എന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പറയും. 10-ാം അധ്യായം അവസാന ഭാഗം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. അതേ അപ്പോസ്തലൻ തന്നെ കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പീൻ. യേശുക്രിസ്തുവിൻ്റെ കെയർ ഓഫിൽ ചെയ്യണം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതം ഒരു വർക്കർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും നാം ശോഭിക്കണം. എന്ത് ജോലി ചെയ്യുന്നോ അതിൽ ഏറ്റവും സമർത്ഥമായി ചെയ്യണം, ഏറ്റവും എഫിഷ്യൻ്റായി ചെയ്യണം, ഏറ്റവും കാര്യക്ഷമമായി ചെയ്യണം, ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യണം, ഏറ്റവും നന്നായി ചെയ്യണം. വേറെ ആരെയും നോക്കാതെ ദൈവത്തെ നോക്കിക്കൊണ്ട് ചെയ്യണം. ജോലി നന്നായിട്ട് ചെയ്യണം. ടു ബി എ വർക്കർ, അതിൽ തെറ്റില്ല. ഒരു ജോലിക്കാരനാകും, തെറ്റല്ല. ഏത് ജോലിയാണെങ്കിലും ജോലിയിൽ അഭിമാനം വേണം. ഞാൻ ചെയ്യുന്ന ജോലി അത് ഏറ്റവും നന്നായി ചെയ്തു എന്നുള്ള ഒരു നല്ല ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കണം. വർക്കർ. രണ്ടാമത്തത് വർഷിപ്പറാണ്. കയ്യിൻ വാസ് ഓൾസോ എ വർഷിപ്പർ. ഒരു വർഷിപ്പറായിരുന്നു. എന്താ വർഷിപ്പ്? ആരാധനയാണ് വഴിപാട്, ആരാധനയാണ് യാഗം, ആരാധനയാണ് കാഴ്ച, ആരാധനയാണ് സമർപ്പണം. കയ്യിൻ കൊണ്ടുവന്നത് അത് ദൈവം പ്രസാദിച്ചില്ല, വഴിപാട് ദൈവം പ്രസാദിച്ചില്ല. കാരണം അവൻ്റെ ഉള്ളിൽ, അവൻ ജോലിക്കാരനാണ്, പക്ഷേ അവൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമില്ല, അവൻ്റെ ഉള്ളിൽ ദൈവവിശ്വാസമില്ല, അവൻ്റെ ഉള്ളിൽ മനുഷ്യസ്നേഹവുമില്ല. അവൻ്റെ ആളത്വം മുഴുവൻ പാപത്തിനും പിശാചിനും അടിമപ്പെട്ടിരിക്കുന്നു. അവൻ്റെ ഹൃദയം മുഴുവൻ സാത്താൻ വാഴുന്നതാണ്. അവൻ്റെ ഹൃദയത്തിൽ പാപവും പിശാചും വാഴുന്നത് കൊണ്ട് അവൻ്റെ ദൈവം പ്രസാദിച്ചില്ല. അവൻ്റെ മുഖം വാടി. അവൻ ഒരു വർഷിപ്പർ എന്ന നിലയ്ക്ക് ഒരു പരാജയമായിപ്പോയി. ഒരാരാധകൻ എന്നുള്ള നിലയ്ക്ക് അവനൊരു തോൽവിയായിപ്പോയി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വർഷിപ്പറാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ട്രൂ വർഷിപ്പർ, ഒരു സത്യ നമസ്കാരിയാകാൻ, സത്യ ആരാധകനാകാൻ? പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, സത്യ ആരാധന എന്താണ്? അത് ഹൃദയത്തിൽ വരുന്ന നന്ദിയിൽ നിന്ന് വരുന്ന സ്തുതിയാണ്. നന്ദിയിൽ നിന്ന് വരുന്ന സ്തുതി, സ്തോത്രയാഗം, പ്രഭാതയാഗവും സന്ധ്യായാഗവും നന്ദിയിൽ നിന്ന് ഉറന്നു വരണം സ്തുതി.
ഹൃദയത്തിൽ നിറഞ്ഞ സ്നേഹത്തിൽ നിന്ന്, നന്ദിയിൽ നിന്ന് വരണം. നിങ്ങൾ തന്നെത്താനിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടോ? തനിയെ ഇരുന്ന് സ്തുതിക്കാറുണ്ടോ? ദൈവം തന്ന നന്മകളോർത്ത് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കാറുണ്ടോ? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റാറുണ്ടോ? നിങ്ങൾക്ക് തന്നതായ അനേകം കാര്യങ്ങൾ, ഇല്ലാത്തതല്ല നാം പറയേണ്ടത്, ഉള്ളത് പറഞ്ഞുകൊണ്ട് സ്തുതിക്കണം. ഞാൻ പരീക്ഷ പാസ്സായില്ലല്ലോ കർത്താവേ, അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടല്ല ഇരിക്കേണ്ടത്. ഞാൻ പരീക്ഷ പാസ്സായില്ലെങ്കിലും എനിക്ക് ആരോഗ്യക്കുറവില്ലല്ലോ, ഇനിയും പഠിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. അയ്യോ കർത്താവേ, എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല. കർത്താവേ, ഇപ്പോൾ ജോലി കിട്ടിയില്ലെങ്കിലും കർത്താവേ, എനിക്ക് ഭാഗ്യവശാൽ ജോലിക്ക് അപേക്ഷിക്കാനുള്ള മാർക്കുണ്ടല്ലോ, ഞാൻ ഇനി അപേക്ഷിച്ചു കൊള്ളാം. ദൈവത്തിന് സ്തോത്രം. എന്താണോ നിങ്ങൾക്കുള്ളത് അത് വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. കർത്താവേ, എനിക്ക് തന്ന നന്മകൾ, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, എനിക്കുള്ള പ്ലസ് പോയിൻറ്റ്സ് എല്ലാം എണ്ണി ദൈവത്തെ സ്തുതിക്കണം. ഞാൻ പറയാറുണ്ടല്ലോ, കൗണ്ട് ദ പ്ലസ് പോയിൻറ്റ്സ്, കൗണ്ട് ദ പ്ലസ് പോയിൻറ്റ്സ്. നമ്മുടെ പ്ലസ് പോയിൻറ്റുകൾ നിങ്ങൾ കൗണ്ട് ചെയ്യണം. എന്തെല്ലാം ഉണ്ട് എനിക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ, എന്തെല്ലാം, ഓരോന്നോരോന്ന്. അയ്യോ, എനിക്ക് കാലിന് വേദനയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈക്ക് വേദനയുണ്ട്, എങ്കിൽ പോലും കർത്താവേ എനിക്ക് മാരകമായ രോഗമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കണം. മാരകമായ രോഗമുണ്ട്, എന്നാൽ കർത്താവേ എങ്കിൽ പോലും എൻ്റെ ദൈവമേ, ദൈവത്തെ തിരിച്ചറിയാൻ എനിക്കൊരു വിവേകം തന്നല്ലോ, എനിക്ക് വചനം തന്നല്ലോ, ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നല്ലോ, സത്യവചനം എന്നും കേൾക്കാൻ ഇടയായല്ലോ. ദൈവമേ, നിനക്ക് സ്തുതി, നന്ദി വരണം. ഓരോന്നോരോന്നോർത്ത് ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്ന് പെറുക്കി എടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം. അതാണ് ആരാധന. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് വരുന്നതായ സ്നേഹത്തിൻ്റെ സ്തോത്രനാദമാണ് ആരാധന, സത്യ ആരാധന. 1 വർക്കർ, 2 വർഷിപ്പർ. 3-ാമത്തേത് ഹി വാസ് എ മർഡറർ, കൊലപാതകനായി തീർന്നു, ഒരു കൊലപാതകിയായി തീർന്നു. ആരാധനയിൽ വന്ന അപാകത കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അവൻ്റെ ജീവിതത്തിലുള്ളതായ തിന്മയുടെ വശം ദൈവം ചൂണ്ടിക്കാണിച്ചു. അവനിൽ കോപാവേശം ഉണ്ടായത് ദൈവം ചൂണ്ടിക്കാണിച്ചു. അവനിൽ വൈരാഗ്യമുണ്ടായത് ദൈവം കാണിച്ചു കൊടുത്തു. അവന് സഹോദര സ്നേഹം ഇല്ല എന്നുള്ളത് ദൈവം മനസ്സിലാക്കി കൊടുത്തു. അവൻ്റെ മുഖം വാടുന്നതും അവൻ്റെ ഹൃദയം മ്ലാനമായതും അവൻ്റെ ഹൃദയത്തിൽ കോപം പുകഞ്ഞതും ദൈവം കാണിച്ചു കൊടുത്തു. നിൻ്റെ മുഖം വാടുന്നതെന്ത്, നീ കോപിക്കുന്നതെന്ത്? പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ കീഴടക്കേണ്ടതാകുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്യിന് എല്ലാ വചനവും കിട്ടി, വേണ്ടതെല്ലാം കിട്ടി. സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അനേകം പേര് ധാരാളം വചനം ലഭിച്ചവരാണ്, നിറപടിയായി വചനം കിട്ടിയവരാണ്. എന്തിൻ്റെ കുറവുണ്ട് നിങ്ങൾക്ക്? ദൈവത്തിന് വചനം കിട്ടിയില്ലേ? വചനം പൊരുൾ തിരിച്ച് തന്നില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനം വ്യാഖ്യാനിച്ച് തന്നില്ലേ? ആഴമുള്ള ക്രിസ്തീയ ജീവിതം എന്താണെന്ന് പഠിച്ചില്ലേ? നിങ്ങളുടെ അറിവ് കുറവുകൊണ്ട് നിങ്ങളാരും തെറ്റിപ്പോവുകയില്ല. അറിവിന് ഒരു കുറവുമില്ല. നിങ്ങൾക്ക് ജ്ഞാനമുണ്ട്, നിങ്ങൾക്ക് വേദപുസ്തക ജ്ഞാനമുണ്ട്, വേദപുസ്തകത്തിൽ പഠിപ്പുണ്ട്, ബൈബിൾ നിങ്ങൾക്കറിയാം, അനേകരുടെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അനേക വിശ്വാസത്തോടും വിശുദ്ധിയോടും ജീവിക്കുന്ന നിങ്ങൾ കേട്ടു. ഓരോ പ്രാവശ്യവും നല്ല അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ പുളകം കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു. നിങ്ങൾ സന്തോഷത്തോടെ ഇരുകൈയും ഉയർത്തി നിങ്ങൾ തന്നെ സമർപ്പിച്ചു. ഇല്ലേ? നിങ്ങൾക്കെല്ലാം കിട്ടിയില്ലേ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയില്ലേ? ഓർത്തു നോക്കൂ, നിങ്ങൾ സമർപ്പണം എടുത്തവരല്ലേ? ഒരു സമർപ്പണം എടുക്കാൻ ഭാഗ്യം ലഭിച്ചതല്ലേ? എൻ്റെ ജീവിതം എന്നേക്കും യേശുവിനെ എന്ന് നിങ്ങൾക്ക് പറയാനിടയായില്ലേ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു സമർപ്പണം വന്നവരല്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, എല്ലാം കിട്ടി, മുന്നറിയിപ്പുകൾ കിട്ടി, താക്കീതുകൾ കിട്ടി, ദൈവത്തിൻ്റെ വാർണിങ്സ് കിട്ടി. പക്ഷേ ഇന്നും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേകം പേര് സാത്താൻ്റെ ചെൽപ്പടിയിൽ പാവയായി നിൽക്കുകയാണ്. സാത്താൻ്റെ വിടുപണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സാത്താൻ്റെ അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കോപിക്കുന്നുണ്ട്, ഇന്നും വഴക്കടിക്കുന്നുണ്ട്, ഇന്നും കുടുംബത്തിൽ കലഹമുണ്ട്, ഇന്നും അമ്മായിയമ്മയും അനുമോളും തമ്മിൽ ഭിന്നതയുണ്ട്, ഇന്നും ആ വീട്ടിൽ കലക്കവും ഇഷ്ടക്കുറവുമുണ്ട്, ഇന്നും ആ വീട്ടിൽ പലപ്പോഴും മുഖം വാടി മൂടിക്കെട്ടിയാണിരിക്കുന്നത്. മുഖം മൂടിക്കെട്ടിയ മുഖങ്ങൾ പലപ്പോഴും, മൂടിക്കെട്ടിയെന്ന് പറഞ്ഞാൽ പലപ്പോഴും കരിനിഴൽ വീശിയ മുഖങ്ങൾ, ഒരിക്കലും തെളിഞ്ഞ പ്രസാദമില്ല, സന്തോഷമില്ല. ഉള്ളിലെല്ലാം ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ്, ഉള്ളിലിങ്ങനെ നിറഞ്ഞ് എല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒന്നും തുറക്കുന്നില്ല. ഒന്ന് തുറന്നു പറഞ്ഞാൽ തന്നെ സമാധാനം കിട്ടിയനെ, അതിനും തയ്യാറല്ല. അനേകം കുടുംബങ്ങളിൽ നിന്ന് വാടി മൂടിയ കുടുംബങ്ങളാണ്, കരിനിഴൽ വീശിയ കുടുംബങ്ങളാണ്. കരിമേഘത്തിൻ്റെ കരിങ്കാറ് കൊണ്ട് ഈ അനേകം കുടുംബങ്ങൾ കറുത്തിരണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ അന്തരീക്ഷം മോശമായിരിക്കുകയാണ്. സ്നേഹമില്ല, പരസ്പരം ഒരു വിശ്വാസമില്ല, പരസ്പരം ഇണക്കമില്ല, പരസ്പരം ആശയ കൈമാറ്റമില്ല, പരസ്പരം തുറന്നു പറയുന്നില്ല. എല്ലാം മൂടിക്കെട്ടിയിരിക്കുകയാണ്, എല്ലാം മ്ലാനമായിരിക്കുകയാണ്. അല്ലേ? ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക
കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ദയവായി നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ഹൃദയത്തിൽ പ്രസന്നതയുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തുറന്ന മനസ്സുണ്ടോ? വീട്ടിൽ ആരോടെങ്കിലും, സ്വന്തം വീട്ടിൽ ആരോടെങ്കിലും ഉള്ളു തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഭാഗങ്ങൾ അടച്ചിരിക്കുകയാണോ? ഹൃദയം മൂടിയിരിക്കുകയാണോ? അടഞ്ഞിരിക്കുകയാണോ? ഉള്ളു തുറന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ചിലതൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. സ്വന്തം വീട്ടിൽ തന്നെ ഒരുപക്ഷെ ഭർത്താവിനോടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോടായിരിക്കാം, വീർപ്പ് മുട്ടി കഴിയുകയാണ്. ഉള്ളു തുറക്കാൻ പറ്റുന്നില്ല, ഹൃദയം തുറന്ന് മിണ്ടാൻ പറ്റുന്നില്ല, ഹൃദയത്തിൻ്റെ വേദനകളൊന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്നില്ല, ഉള്ളിലെ ഭാരങ്ങളൊന്നും തുറന്നു പറയാൻ സാധിക്കുന്നില്ല. ആരെടുക്കും എൻ്റെ ഈ ചുമട്? ഒന്ന് താങ്ങിത്തരാൻ ആരുണ്ട്? ആരും താങ്ങാനില്ലാത്തതേ പോലെ ഏകാഗികളായി നിങ്ങൾ ഇന്ന് വേദനിച്ച് ഇന്ന് വിതുമ്പി ഇരിക്കുകയാണ്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, കർത്താവായ യേശുവിൽ നിങ്ങളൊന്നായി തീരും. കർത്താവായ യേശുവിൽ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ സാധിക്കും, ഉള്ളു തുറന്ന് സംസാരിക്കാൻ സാധിക്കും. വീട്ടിൽ തന്നെ സന്തോഷമുണ്ടാകും, വീട്ടിൽ തന്നെ പ്രസന്നതയുണ്ടാകും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ ആരംഭിക്കാം, നമ്മുടെ കുടുംബത്തിൽ തുടങ്ങാം. സ്നേഹം കുടുംബത്തിൽ ആരംഭിക്കാം, സ്നേഹം കുടുംബത്തിൽ തുടങ്ങി ആ സ്നേഹം കുടുംബത്തിൽ വർദ്ധിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവത്തിന് പ്രസാദമായ ഏറ്റവും നല്ല ആരാധന. ദൈവത്തിന് സ്തോത്രം. സ്നേഹമാണ് ആരാധന, വിശുദ്ധിയിലുള്ള ആരാധന സ്നേഹമാണ്. പരസ്പര സൗഹൃദമാണ് ആരാധന, പരസ്പര വിശ്വാസമാണ് ആരാധന, പരസ്പരം കരുതലാണ് ആരാധന, പരസ്പരം വിനയപ്പെടലാണ് ആരാധന. ദൈവത്തിന് പ്രസാദമുള്ള ആരാധന എന്ന യാഗം അത് തന്നെത്താൻ താഴ്ത്തി കൊടുക്കുന്നതാണ്, തന്നെത്താൻ താഴ്ത്തുകയും വിശുദ്ധീകരണത്തിൽ വളരുകയും ചെയ്യുന്നതാണ്. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തീരുമാനമെടുക്കാം. എൻ്റെ കർത്താവേ, ക്രൂശിൽ മരണത്തോളം തന്നെ താഴ്ത്തിയ യേശുവേ, ഞാനും നിൻ്റെ പാദപീഠത്തിൽ എന്നെ തന്നെ താഴ്ത്തുന്നു. കുരിശിൻ്റെ താഴ്വരയിലേക്ക് ഞാനിതാ ഇഴഞ്ഞു വരുന്നു, കുരിശിൻ ചുവട്ടിൽ ഞാനിതാ മുട്ടുകുത്തുന്നു. നാഥ, എന്നെ തന്നെ തൃപ്പാദങ്ങൾ ഞാൻ അടിയറവയ്ക്കുന്നു. നാഥ, നിന്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ തിരുരക്തം ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ മേൽ വീണ് എന്നിലുള്ളതായ എല്ലാ അശുദ്ധിയും മാറ്റണമേ, എന്നിലുള്ളതായ പൈശാചിക ബാധകൾ മാറ്റണമേ, എന്നിലുള്ളതായ ദുരാത്മ ബന്ധനങ്ങൾ അകറ്റണമേ. കർത്താവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നാഥ നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിൽ നീ വാസം ചെയ്യണമേ, എൻ്റെ ഹൃദയത്തിൽ നീ വാഴണമേ. എന്നെ നിന്റെ മകനാക്കി തീർക്കണമേ, എന്നെ നിന്റെ മകളാക്കി തീർക്കണമേ. എൻ്റെ യേശുവേ, നിന്റെ രാജ്യത്തിൻ്റെ അവകാശിയാക്കി എന്നെ മാറ്റണമേ. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. നിത്യ തുറമുഖത്ത് ഞാൻ വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള ഇമ്പനാദം കേൾപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. ഒരു തവണ ഞാൻ വരുമല്ലോ കർത്താവേ. നിത്യതയിലേക്ക് ഞാൻ വരുമ്പോൾ, മരണത്തിൻ്റെ വാതിൽ കടന്ന് നിത്യതയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. സ്നേഹിതരെ, പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവീൻ, യേശുവോട് വാക്ക് പറയുവീൻ, കുരിശിന്റെ രക്തത്താൽ കഴുക പ്രാപിപ്പീൻ, തിരക്തത്താൽ നിങ്ങൾ ശുദ്ധീകരണം പ്രാപിപ്പീൻ, യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി വിശുദ്ധരായി ഒരുങ്ങുവീൻ. നിങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പുതിയ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തൃക്കരം തൊട്ട് ആശീർവദിക്കണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, തിരക്തത്താൽ കഴുകണമേ, തിരക്തത്താൽ ശുദ്ധീകരിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കണമേ, ക്രൂശിലെ സ്നേഹത്താൽ നിങ്ങളുടെ ഉള്ളങ്ങളെ ജ്വലിപ്പിക്കണമേ. കർത്താവേ, കുടുംബസമാധാനം നൽകണമേ, രോഗികളെ സൗഖ്യമാക്കണമേ, മനോഭാവത്തിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. എല്ലാവരെയും എൻ്റെ നാഥൻ്റെ പൊന്നുരമച്ച് ആശീർവദിച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ M.Y. യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ M.Y. യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.